So welcome students. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാസ് മെഷർമെന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വെയിറ്റ് മെഷർമെന്റിനെ പറഞ്ഞു. പക്ഷേ ചില സംശയങ്ങൾ ചിലർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നാം, കാരണം അതൊരു ഓഡിയോ ക്ലാസ് ആയിരുന്നു, അപ്പം അതിന്റെ പരിമിതികളുണ്ട്. സോ അതിനാൽ തന്നെ ആ ഒരു സെഷൻ തന്നെ നമ്മളൊരു വീഡിയോ സെഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെയിറ്റ് മെഷർമെന്റ്. അടുത്ത ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ്, അല്ലെ? എന്താണ് വെയിറ്റ്? നമ്മളെല്ലാവരും പറയാമല്ലോ നല്ല വെയിറ്റ് ഉള്ള വസ്തുവാണ്, എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും വെയിറ്റ് സാധാരണ നമ്മൾ കിലോഗ്രാമിൽ പറയും, ഇത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടായാലും, അല്ലെ? സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ നമ്മുടെ തെറ്റായ രീതിയാണ് അത് സത്യം പറഞ്ഞാൽ ആക്ച്വലി. കാരണം കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് ആണ്, അല്ലെ? കിലോഗ്രാമിനെ നമ്മൾ മാസിനെ റെപ്രസെന്റ് ചെയ്യും. എന്താണ് മാസ്? അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, ഒരു ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണെന്ന് പറയുന്നത് കിലോഗ്രാം എന്ന് പറയുന്നത്. ആക്ച്വലി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലേക്ക് എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സിംപ്ലി പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഫോഴ്സ്, ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എന്ത് തരത്തിലുള്ള ഫോഴ്സ്? അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ, ഈ യൂണിവേഴ്സിലെ തന്നെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. there is an attractive force between any two objects in this universe. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ എന്നിലേക്ക് തന്നെ ഇപ്പോൾ പ്രപഞ്ചത്തിലെ മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റോ അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ബോഡി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ശരീരത്തേക്ക് ഇപ്പോൾ ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ മാർക്കറും ഞാനും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏതൊരു ബോഡികൾക്കിടയിലും രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ എങ്കിലും ജസ്റ്റ് ഒരു ബേസ് ഐഡിയക്ക് വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ബോഡീസിലെ, എർത്തിന്റെ സർഫസിലുള്ള എല്ലാ ബോഡീസിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ, അട്രാക്റ്റീവ് ഫോഴ്സിനാണെന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ കാന്തം, മാഗ്നറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു മാഗ്നറ്റ് ഒരു അയൺ മെറ്റീരിയലിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു മാഗ്നറ്റ് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യുന്നതിന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അട്രാക്ഷൻ നമുക്ക് വിസിബിളി കാണാൻ സാധിക്കുന്നുണ്ട്, അട്രാക്ട് ചെയ്ത് കൂട്ടിമുട്ടുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. അതെന്താണ്? നമ്മൾ അട്രാക്ട് ചെയ്ത് മാഗ്നറ്റ് കൂട്ടിമുട്ടുന്ന പോലെ ഒന്നും കൂട്ടിമുട്ടുന്ന ഫോഴ്സ് അല്ല. പക്ഷെ അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. വളരെ ദൂരത്തിലേക്ക് എന്ത് ചെയ്യും? ആ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വസ്തുവിനെ ഇതിനെ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ടച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു കോൺടാക്ട് വേണം. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. മാഗ്നറ്റിസം പോലെ ഒരു നോൺ കോൺടാക്ട് ഫോഴ്സ് ആണെന്ന് പറയുന്നത്. അതായത് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടിക്കാതെ അതിന്റെ എഫക്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എർത്തിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ, ഞാൻ ഈ ഒരു പെണ്ണിനെ എന്ത് ചെയ്തു? ഇവിടുന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പതിക്കും എന്ന് പറഞ്ഞ പോലെ ഏതൊരു വസ്തു എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും. എന്തുകൊണ്ടായിരിക്കും താഴേക്ക് പതിക്കുന്നത്? ബിക്കോസ് ഓഫ് ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്? എർത്തിന്റെ സർഫസിലേക്ക് എന്ത് ചെയ്യാൻ പതിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ആ ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെണ്ണായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഓർ എനി ബോഡി ഓൺ സർഫസ് ഓഫ് എർത്ത് ഈസ് അട്രാക്റ്റഡ് ബൈ ദിസ് ഫോഴ്സ്. അതാണെന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ ഫോഴ്സിനെയാണെന്ന് പറയുന്നത് വെയിറ്റ്. സോ വെയിറ്റ് ഈസ് ദ ഫോഴ്സ് exerted on each body by the earth towards its center. ക്ലിയർ ആവുന്നല്ലോ? എർത്തിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ വെയിറ്റ്. അതുകൊണ്ടാണ് ആ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഫോഴ്സ് ആണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ വെയിറ്റ്, W ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് എ ബോഡി ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഒരു വസ്തുവിന്റെ മാസും അതിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ഐഡിയ ക്ലിയർ ആണെന്ന് അറിയത്തില്ല, എന്നാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വസ്തുവിനെ താഴേക്ക് വിട്ടു, അല്ലെ? താഴേക്ക് വിടുകയല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ജസ്റ്റ് ഡ്രോപ്പ് ദ ഒബ്ജക്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്ട് എന്ത് ചെയ്യുന്നു? താഴേക്ക് പോകുമല്ലോ. അപ്പോൾ ആ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറെ കൂടെ ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആക്സലറേഷൻ എന്താണ്, വെലോസിറ്റി എന്താണെന്ന് പഠിക്കും. അപ്പോൾ ഇതെന്താണ്? ഒരു സർട്ടൻ ടൈം ഇന്റർവെൽ കൂടുന്നതനുസരിച്ച് ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ
വെയിറ്റ് താഴേക്ക് പതിക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ഒരു ചേഞ്ച് താഴേക്ക് മൂവ് ചെയ്യുന്ന സ്പീഡിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആക്സലറേഷൻ, അപ്പോൾ നിങ്ങൾ സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നിങ്ങൾ പോകും. ആ സ്പീഡിൽ തൊട്ട് മുമ്പിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തെ മറികടക്കാൻ നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത നിങ്ങൾ കൂട്ടും. അപ്പോൾ നിങ്ങൾ എന്താണ്, വാഹനത്തിന്റെ ആക്സലറേറ്റർ, യു വിൽ പ്രസ് ദി ആക്സലറേറ്റർ. അപ്പോൾ നിങ്ങൾ എന്താണ്, ഒരു സഡൻ ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് മൂലം താഴേക്ക് പതിക്കുന്ന ഈ ബോഡിക്ക് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ അക്വയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിവിടെ ഡ്രോപ്പ് ചെയ്ത വസ്തു താഴേക്ക് ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വെർട്ടിക്കൽ വാല്യൂ ഇസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിനൊരു സർട്ടൺ വാല്യൂ ഉണ്ട്. അതിന്റെ സർട്ടൺ വാല്യൂ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എല്ലായിടത്തും എന്താവണമെന്നില്ല, തുല്യമാണെന്നില്ല. ഇപ്പോൾ നമ്മുടെ എർത്തിലെ തന്നെ പല പ്രദേശങ്ങളിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് പ്രദേശങ്ങൾ പ്ലേസസ് മാറുന്നതനുസരിച്ച് ഈ ജിയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ മറ്റൊരു പ്ലാനറ്റിൽ ഈ ജിയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. സോ സംടൈംസ് ദ ജി വാല്യൂ മേ ബി ഈക്വൽ ടു 0. ജി എന്താണ്, ചിലപ്പോൾ 0 ആയെന്നിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാസ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. മാസ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. മാസ് ഈസ് കോൺസ്റ്റന്റ്, റൈറ്റ്? മാസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് 5 കിലോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇവിടെ വെച്ച് വെയ് ചെയ്താലും ഇവിടെ വെച്ച് നമ്മൾ മെഷർ ചെയ്താലും അതുപോലെ മൂണിൽ കൊണ്ടുവന്ന് മെഷർ ചെയ്താലും വേറെ എവിടെ കൊണ്ട് മെഷർ ചെയ്തെന്ന് പറഞ്ഞാലും the mass of the body remains exactly the same. The mass does not change. മാസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. But weight is not a constant value. വെയിറ്റ് ഒരു ഒരിക്കലും എന്താണ്, കോൺസ്റ്റന്റ്, അത് എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മീൻസ് എന്താണ്, വെയിറ്റ് is the product of mass into acceleration due to gravity. സപ്പോസ് ഇവിടെ ഒരു പർട്ടിക്കുലർ മാസ് എന്താണ്, ജി മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ബോഡിയുടെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ 5 കിലോഗ്രാംസ് ഉള്ള ഒരു വസ്തു, ഓക്കെ, അല്ലെങ്കിൽ ഒരു 5 കിലോഗ്രാംസ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്താണ്, മൂണിലേക്ക് കൊണ്ടുചെന്നു. ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരു സപ്പോസ് നമുക്ക് ജിയുടെ വാല്യൂവിനെ എന്താക്കി എടുക്കാം, 10 ആക്കി എടുത്തു കഴിഞ്ഞാൽ, ജിയുടെ വാല്യൂ 10 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ വെയിറ്റ് എത്രയാണ്, 5 into 10 എത്രയാണ്, 10. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നോക്കിയേ കിലോഗ്രാം, ജിയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിന്റെ രണ്ടിനെയും കൂടെ ഫോഴ്സ് യൂണിറ്റ് എന്താണ്, കാരണം ഇതൊരു ഫോഴ്സ് ആണെന്ന് പറയും. ആസ് ഇറ്റ് ഇസ് എ ഫോഴ്സ് ആയതിനാൽ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ന്യൂട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് is Newton. The unit of weight is also Newton. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് കിട്ടും, എത്ര കിട്ടും, 50 ന്യൂട്ടൺ എന്ന് കിട്ടും. എന്ത് കിട്ടും, 50 ന്യൂട്ടൺ എന്ന് കിട്ടും. എന്താണ് ഈ വസ്തുവിന്റെ വെയിറ്റ് ഭൂമിയിൽ. നമ്മൾ എപ്പോഴും വെയിറ്റിനെ കിലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്യുന്ന ഓർക്കണം, അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടണിലാണ് വരേണ്ടത്. അപ്പോൾ വെയിറ്റ് എത്ര കിട്ടും, 50 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നേരെ തിരിച്ചു നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ വസ്തുവിനെ തന്നെ 5 കിലോഗ്രാം മാസുള്ള ഈ സെയിം വസ്തുവിനെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോയി അറിയാമോ, മൂണിലേക്ക്, ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്താണ്, അപ്പോളോ അല്ലെങ്കിൽ എന്താണ് ഒരു ബഹിരാകാശ പേടകത്തിലേക്ക് എന്താണ് ഞാൻ ചന്ദ്രനിലേക്ക് എത്തിച്ചു. ഓക്കെ, ഭാവിയിൽ ചന്ദ്രയാൻ മിഷൻ വരുമ്പോൾ എന്താണ് 5 കിലോ ഭാരമുള്ള വസ്തുവിനെ ഞാൻ ചന്ദ്രനിലേക്ക് എത്തിച്ചെന്നിരിക്കട്ടെ. അവിടെ ചെന്ന് ഈ വെയിറ്റ് നോക്കുമ്പോൾ എന്താ അറിയാമോ, ഇവിടുത്തെ ജിയുടെ 6/1 മാത്രമേ എവിടെയുള്ളൂ എന്നറിയാമോ, ചന്ദ്രനിലുള്ളൂ. അതായത് ഇവിടെ ഉള്ള വസ്തുവിന്റെ വെയിറ്റിന്റെ 1/6 മാത്രം. അതായത് മൂണിൽ ചെല്ലുമ്പോൾ എന്താണ് വെയിറ്റ് അറ്റ് മൂൺ എന്താണ് 50 into 1/6 മാത്രമേ എന്താകത്തുള്ളൂ. കാരണം ജി എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനേക്കാൾ, ജി എർത്തിനേക്കാൾ എന്താണ്, ജി മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 1/6 ഓഫ് ജി എർത്ത്. അതായത് എർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ 6/1 മാത്രമേ എവിടെയുള്ളൂ, മൂണിലുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഒരു വസ്തുവിന്റെ വെയിറ്റിന്റെ 6/1 ഭാരം മാത്രമേ എന്തുള്ളൂ, മൂണിൽ അനുഭവപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പേസിൽ ചെല്ലുമ്പോൾ വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താണ് സ്പേസിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സ്പേസ് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, സ്പേസ് അസ്ട്രോണോട്സ് ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ പറന്ന് പൊങ്ങി നടക്കുന്നത്. എന്താണ്, അവിടെ വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കുറവാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. സോ എന്താണ്, ഒരു വെയിറ്റ്ലെസ്നെസ് ബോഡിക്ക് അനുഭവപ്പെടും. സോ വെയിറ്റ് എന്താണ് കുറയും. സോ വെയിറ്റ് ക്യാൻ ബി എന്താണ്, വെയിറ്റ് ഒരു കോൺസ്റ്റന്റ് അല്ല, വെയിറ്റ് ക്യാൻ ബി, വെയിറ്റ് ഇസ് എ വേരിയബിൾ ആണ്. എന്താണ് വെയിറ്റ് ഒരു അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ് ഒരു വേരിയബിൾ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈവൻ 0. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് ക്യാൻ ഓൾസോ ബി, വെയിറ്റ് W ക്യാൻ ബി 0. അതെന്താണ്, 0 മാറും. കാരണം G 0 ആണെങ്കിൽ എന്തായി മാറും, കാരണം എന്താണ് W is equal to M into 0. 0 ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തായി മാറും, 0 ആയി മാറും. സോ as gravitational force or gravity changes, the weight can be even be equal to 0 ആയി മാറാം. സോ അതാണ് വെയിറ്റിന്റെ പ്രത്യേകത. അതെന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല, അതെന്താണ് ഒരു ക്യാൻ ബി 0 ആയി മാറാം.
അതെന്താണ് പ്ലേസസ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. എന്താണ് അതൊരു ഫോഴ്സ് ആണ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. ഫോർ വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്താണ്, നമുക്ക് SI സിസ്റ്റത്തിലാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇൻ CGS സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്കറിയാം, CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ് സിസ്റ്റത്തിൽ CGS യൂണിറ്റ് ഇറ്റ് ബിക്കംസ് ഡൈൻ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തായി മാറും, ഡൈൻ ആയി മാറും. ഓർ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻസ്. എത്രയാണ്, 10⁵ ഡൈൻ ആണെന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵. 10⁵ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കഴിഞ്ഞ് എത്ര സീറോസ് വരും, 1 2 3 4 5 ഇത്രയും 1 2 3 4 5 അത്ര സീറോസ് വരും. 5 സീറോസ് വരുന്ന ഒരു നമ്പർ ആണെന്ന് പറയുന്നത് ഡൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇതുപോലെ നമ്മൾ എന്താണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്താണ് പല വേരിയബിൾ കൺവേർഷൻസ്. എപ്പോഴും നമ്മൾ ന്യൂട്ടൺ യൂസ് ചെയ്യണമെന്നില്ല, യൂസ് certain other units ഓൾസോ. അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത്. സോ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. ക്ലിയർ? സോ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം ഫോഴ്സ്. 1 kilogram force is equal to 9.8 Newton, or in gram force 1 gram force is equal to 980 dynes. അതായത് 1 kilogram force or 1 kgf എന്ന് പറയാം. KGF നമ്മൾ സിനിമ കണ്ട പോളാർ ഗോൾഡ് ഫീൽഡിലെ KGF കിലോഗ്രാം ഫോഴ്സ്, വിച്ച് മീൻസ് ദാറ്റ് അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിൽ, എർത്തിൽ 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രമാത്രം ഫോഴ്സ് ആണ്, എന്താണ് 9.8, which is equal to 9.8. അതായത് 1 കിലോഗ്രാം ഫോഴ്സ് ഉള്ള മാസ് ഉള്ള ഒരു വസ്തുവിനെ മൂവ് ചെയ്യാൻ എത്ര ഫോഴ്സ് റിക്വയർഡ് ആണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. അതെങ്ങനെയാണ് വന്നത്, വെയിറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. മാസ് 1 കിലോഗ്രാം ആണ്, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് G എത്രയാണ്, 9.8 ആണ്. thereby it becomes 9.8 ന്യൂട്ടൺ. അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിനെ മൂവ് ചെയ്യാൻ അല്ലെ എക്സെർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്, 9.8 ന്യൂട്ടൺ ആണ്. അതുപോലെ സിമിലർലി അത് ഗ്രാം ഫോഴ്സിലേക്ക് മാറുമ്പോൾ അത്രയായി മാറും, 980 ഡൈൻസ്. ബിക്കോസ് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറുമ്പോൾ എത്രയാണ്, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ thereby എഫക്റ്റീവ്ലി നമുക്ക് കിട്ടും എത്രയാണ്, 980 ഡൈൻസ് എന്ന് കിട്ടും. സോ ഇത്രയുമാണ് നമുക്ക് വെയിറ്റിനെ പറ്റി ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇറ്റ് ഇസ് എ ഫോഴ്സ് exerted by earth to on every body on its surface, and it's a force, so this new unit will be Newton. എന്താണ്, പല പ്ലേസസ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈവൻ സീറോ. അതെന്താണ്, സീറോ ആയി മാറാം ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓൺ ദ പർട്ടിക്കുലർ പ്ലേസ്. ആ പർട്ടിക്കുലർ പ്ലേസിലെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം, വെയിറ്റ് എന്തായി മാറാം, സപ്പോസ് ചിലപ്പോൾ സീറോ ആയി മാറാം. സോ അത്രയുമാണ്. പിന്നീട് അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റ് കൺവേർഷൻ പഠിച്ചു. ഇനി നമ്മൾ എന്താണ് ബേസിക്കലി ഒരു വസ്തുവിന്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഇതാണ് ഒരു സ്പ്രിംഗ് ബാലൻസ്. നിങ്ങൾ കണ്ടുണ്ടാവും, നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവും. ഇതെന്താണ്, മെറ്റൽ കേസാണ്. മെറ്റൽ കേസിനുള്ളിൽ എന്താണ്, ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിനാണ് നമ്മൾ മറ്റൊരു കേസും കൊടുത്ത് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ഇത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട വസ്തുവിനെ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യും. ഇവിടെ കുറെ ഗ്രാജുവേഷൻസ് ഉണ്ട്, കുറെ റീഡിങ്സ് ഉണ്ട്. ഈ പോയിന്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച്, അതായത് നമ്മൾ ആദ്യം എന്താണ് ഇത് സീറോയിലാണ് വെക്കേണ്ടത്, കാരണം ഇനിഷ്യൽ റീഡിംഗ് ഇപ്പോഴും സീറോ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ താഴേക്ക് എന്താണ് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് സർട്ടൺ ഗ്രാജുവേഷൻസ് റീഡിങ്സിൽ കാണാൻ സാധിക്കും. ഈ ഒരു സ്പ്രിംഗ് ബാലൻസിൽ എന്താണ് കിലോഗ്രാംസ് ആണ് റെപ്രസെന്റ് ചെയ്തത്. കാരണം നമ്മൾ കൂടുതലും എന്താണ് വെയിറ്റിനെ കിലോഗ്രാംസ് വെച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു കൺവേർഷൻ വെച്ച് നമ്മൾ കിലോഗ്രാംസിലാണ് ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ബാലൻസിൽ എന്താണ് കൂടുതലും എന്താണ് ഫോഴ്സ് ന്യൂട്ടൺസിലായിരിക്കും എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് നമ്മൾ എന്താണ് ഇവിടെ ഇക്വേറ്റ് ചെയ്തേക്കാണ്. അത് ആ ഫോഴ്സ് എന്ന് പറയാൻ എത്ര കിലോഗ്രാംസിനോട് ഈക്വൽ ആകും എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഈ സ്പ്രിംഗ് ബാലൻസ് റെപ്രസെന്റ് ചെയ്തേക്കാണ്. അപ്പോൾ സ്പ്രിംഗ് ബാലൻസിൽ എങ്ങനെ വസ്തുക്കൾ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ മെഷർമെന്റ്സ് എങ്ങനെ വെയിറ്റ് എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ, അല്ലെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് എങ്ങനെ വെയിറ്റ് മെഷർ ചെയ്യുന്നുള്ള ഒരു പ്രീവിയസ് വീഡിയോ ഞാൻ ഇന്നലെ എന്താണ് യൂട്യൂബ് വീഡിയോ ഇന്നലെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. സോ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം. സോ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് എന്താണ് വെയിറ്റിനെ പറ്റി അറിയേണ്ടത്. സോ വെയിറ്റ് ഈസ് നോട്ട് എ എന്താണ് കോൺസ്റ്റന്റ് unit or constant quantity. It keeps on changing with respect to the acceleration due to gravity. It can be even zero. It is a force, so its unit is Newton, not kilogram. So 1 Newton is equal to 10⁵ times. Then the measuring instrument used for measuring the weight of a body is spring balance. We commonly use spring balance to measure the weight of a body. So misconception മാറ്റണം, മാസും വെയിറ്റ് ഒന്നാണെന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ നമ്മുടെ ഇടയിലുണ്ട്. അത് ചേഞ്ച് ചെയ്യാം. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ.